മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഹരീഷ് കണാരന് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതിനു മുമ്പുള്ള 5 വർഷക്കാലം മലയാള സിനിമയിൽ ഹരീഷ് കണാരന് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ബാദുഷയാണ് എന്നും കൂടിയുണ്ട്. ഒരു മുള്ളുകൊണ്ട് എടുക്കേണ്ടത് തൂമ്പുകൊണ്ട് എടുക്കേണ്ട അവസ്ഥയിലേക്കും സ്വയം കരിയർ നശിപ്പിക്കുന്ന സ്ഥിതിയിലേക്കും ഹരീഷ് കണാരൻ അനാവശ്യമായി പോയി എന്ന അഭിപ്രായത്തിലാണ് നിൽക്കുന്നത്. ഹരീഷ് കണാരൻ പറയുന്നതിൽ പലതും ഒരു ചെറിയ ഇഷ്യൂ അത് വലുതാക്കി അനാവശ്യമായിട്ട് വിവാദങ്ങളിലേക്ക് എത്തിച്ച് ഹരീഷ് കണാരൻ സ്വന്തം കരിയർ നശിപ്പിച്ചു. ബാദുഷ പറയുന്നത് 14 ലക്ഷങ്ങളെന്ന് പറഞ്ഞ് കേസും കൊടുത്തിട്ടുണ്ട്. ബാദുഷ പറഞ്ഞ് 14 ലക്ഷമാണുള്ളത്, അതിൽ 7 ലക്ഷം ഞാൻ കൊടുത്തിട്ടുണ്ട്, ബാക്കി 7 ലക്ഷം 5 വർഷം അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റുകളൊക്കെ നോക്കിയത് ഞാനാണ്, അതിൻ്റെ കൂലിയായിട്ട് കണക്ക് കൂട്ടി എന്നുള്ളത്. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസാനം ഇദ്ദേഹത്തെ മാറ്റി എന്ന് പറയുന്ന ഒരു സിനിമയാണ്, ടോവിനോയുടെ ഏതൊരു സിനിമയാണത്. ആ സിനിമയിൽ നിന്ന് മാറ്റി എന്ന് പറയുന്ന സമയത്തും ബാദുഷ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ലക്ഷം രൂപയാണ് ഹരീഷ് കണാരൻ അതിനകത്ത് പുള്ളിക്കാരൻ്റെ സാലറി ആയിട്ട് ചോദിച്ചത്. അത്രയും കൊടുക്കാനായിട്ടുള്ളൊരു ബഡ്ജറ്റ് ആ പ്രൊഡ്യൂസർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രൊഡ്യൂസറാണ് ഓട്ടോമാറ്റിക്കലി ഹരീഷ് കണാരനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ബാദുഷ കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റും. അത് വേണ്ട, ഹരീഷ് കണാരൻ വേണ്ട എന്ന് പറയുമ്പം അത് വേണ്ട, നമുക്ക് മറ്റേ ആളെ എടുക്കാം എന്നുള്ള രീതിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഹരീഷ് കണാരൻ അത്രയേ ഉള്ളൂ. അതേസമയം ഹരീഷ് കണാരൻ 20 അല്ല 40 ലക്ഷം ചോദിച്ചാലും ഹരീഷ് കണാരൻ്റെ റോളിന് ഹരീഷ് കണാരൻ മാത്രമേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഹരീഷ് കണാരൻ്റെ പൈസ കൊടുത്തിട്ട് വീട്ടിൽ പോയിട്ട് കയ്യും കാലും പിടിച്ച് ഡേറ്റ് പിടിക്കും. അങ്ങനെ ബാദുഷ തനിക്ക് അർഹതമായ പ്രതിഫലം കണ്ടറിഞ്ഞ് തരാതിരുന്ന ഹരീഷ് കണാരൻ്റെ അടുത്തുനിന്ന് എനിക്ക് അത്യാവശ്യമുണ്ട് നിനക്ക് പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് അതങ്ങും എല്ലാം വസൂലാക്കി എന്ന് മാത്രം കണക്കൂട്ടിയാൽ മതി. അവിടെ മിണ്ടാതിരിക്കുകയായിരുന്നെങ്കിൽ ഹരീഷ് കണാരൻ ഇനിയും അവസരം കിട്ടുമായിരുന്നു. പക്ഷേ ഈ കല്ലേറുകളൊക്കെ ബാദുഷയെ സംബന്ധിച്ചിടത്തോളം പുഷ്പവൃഷ്ടികളായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം ബാദുഷ മലയാള സിനിമയിലെ ഒരു എസെൻഷ്യൽ പാർട്ട് തന്നെയാണ്. രാജമേ നമസ്കാരം. നമസ്കാരം. രാജമായി മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ്, നിർമ്മാതാവാണ്. ഇപ്പം അദ്ദേഹം അഭിനയത്തിലേക്കും കടന്നിട്ടുണ്ട് ബാദുഷ. ഈ ബാദുഷയും ഹരീഷ് കണാരനുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രശ്നം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഭയങ്കര ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് മലീനസമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതിനിടയ്ക്ക് ഹരീഷ് കണാരൻ ആദ്യം ഒരു കമൻ്റ് ഇടുന്നു, അതിന് തൊട്ടുപുറം 20 ലക്ഷം രൂപ കൊടുക്കാറുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷമാണ് അതിന് ബാദുഷ ഒരു മറുപടി കൊടുക്കുന്നത്. ഏകദേശം 56ഓളം സിനിമയിൽ ഇദ്ദേഹത്തിൻ്റെ സിനിമ മാനേജ്മെൻറ്റ് നടത്തിയെന്നൊക്കെയാണ് ബാദുഷ പറയുന്നത്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നേരെ ഉണ്ടാകുന്ന ഈ ഒരു സൈബർ അറ്റാക്ക് എങ്ങനെ നോക്കിക്കാണുന്നു ഈ വിഷയത്തെ? അല്ല, ഇതൊരു വലിയ പ്രശ്നം എന്ന് സിബി പറഞ്ഞതിനോടുള്ള വിയോജിപ്പിൽ നിന്ന് ആരംഭിക്കാം. ഇത് ചെറിയ ഒരു ഇഷ്യൂ ആയിരുന്നു. ഒരു മുള്ളുകൊണ്ട് എടുക്കേണ്ടത് തൂമ്പുകൊണ്ട് എടുക്കേണ്ട അവസ്ഥയിലേക്കും സ്വയം കരിയർ നശിപ്പിക്കുന്ന സ്ഥിതിയിലേക്കും ഹരീഷ് കണാരൻ അനാവശ്യമായി പോയി എന്ന അഭിപ്രായത്തിലാണ് നിൽക്കുന്നത്. പൊതുജനം എന്ത് പറയുന്നു എന്നുള്ളതല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ വിധി കൽപ്പിക്കുന്നവർ ഇപ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ വിധിയല്ല ഇവിടെ നടപ്പിലാക്കപ്പെടേണ്ടത്. ഇവിടെ ആൾക്കൂട്ടത്തിൻ്റെ വിധി നടപ്പിലാക്കപ്പെടാനേ പറ്റത്തില്ല. നീതിബോധത്തോടെയുള്ള ഒരു വിധിയാണ് വരേണ്ടത്. അതിനകത്ത് ഹരീഷ് കണാരൻ പറയുന്നതിൽ പലതും ഒരു ചെറിയ ഇഷ്യൂ അത് വലുതാക്കി അനാവശ്യമായിട്ട് വിവാദങ്ങളിലേക്ക് എത്തിച്ച് ഹരീഷ് കണാരൻ സ്വന്തം കരിയർ നശിപ്പിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹരീഷ് കണാരന് വേണ്ടി ഇനി ആരെങ്കിലും വർക്ക് ക്യാൻവാസ് ചെയ്യുക ഒരൊറ്റ മനുഷ്യൻ ചെയ്യത്തില്ല. ഞാൻ ആ ഫീൽഡിൽ ഞാനൊരു പ്രൊഡക്ഷൻ കൺട്രോളറാണെങ്കിൽ അത് വേണ്ടാന്ന് പറയും. കാരണം സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്, റീപ്ലേസ് ചെയ്യാൻ ആളുണ്ട്. ഇപ്പം ജഗതിയെപ്പോലെ ഒരാൾക്ക് പിന്നെ അത് പറയായിരുന്നു, ജഗതിയെപ്പോലെ ഒരാൾക്ക് സ്ട്രോങ് ആയിട്ട് ജഗതിക്കുള്ള റോളിന് ജഗതി തന്നെ വേണം, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ റോളിന് മമ്മൂട്ടി തന്നെ വേണം, മോഹൻലാലിൻ്റെ റോളിന് മോഹൻലാലിന് തന്നെ വേണം. എന്നിട്ട് പോലും തിലകൻ്റെ റോളിന് തിലകൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ തന്നെയും ഒരു ഘട്ടത്തിൽ അങ്ങനെ കോർണർ ചെയ്യപ്പെട്ടിട്ടുണ്ട് തിലകൻ. തീർച്ചയായിട്ടും വിനയൻ കോർണർ ചെയ്യപ്പെട്ടിട്ടുണ്ട് സംവിധായകൻ എന്നുള്ള രീതിയിൽ. അത് പിന്നെ അതിൻ്റെ ഇന്നർ പൊളിറ്റിക്സ് വെച്ചിട്ട് പിന്നെ നടി ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട് പാർവതി തിരുവോത്തും ജോയ് മാത്യു ഉൾപ്പെടെയുള്ളവർക്ക് നിരന്തരമായിട്ട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു. മഞ്ജു വാര്യർ വേറെ ക്യാൻവാസിൽ പോയതുകൊണ്ടാണ് അവർക്ക് അത് ബാധിക്കാതിരുന്നതും. പാർവതി തിരുവോത്തും ജോയ് മാത്യു ആണ് അതിൻ്റെ ശരിക്കും ഏറ്റവും വലിയ രക്തസാക്ഷികൾ ആ നിലപാടിൻ്റെ. അങ്ങനെയുള്ള ലോബിയിങ്ങും ഒതുക്കലും കോർണർ ചെയ്യലും ഒക്കെ സിനിമയ്ക്കകത്ത് ഉണ്ടാകുമ്പോൾ തന്നെ ഹരീഷ് കണാരൻ്റെ കേസിൽ അത് ആപ്ലിക്കബിൾ അല്ല. ഹരീഷ് കണാരൻ്റെ കേസിനകത്ത് സാമാന്യ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൺട്രോൾ. ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ സിനിമ കാണുമ്പോൾ വാഴൂർ ജോസ് അല്ലേ, ഇങ്ങനെ ഓരോരുത്തർ ഈ പ്രൊഡക്ഷൻ കൺട്രോൾ പി ആർ ഒ അതേപോലെ പ്രൊഡക്ഷൻ കൺട്രോളും പി ആർ ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ സിനിമയുടെ ഏറ്റവും എസെൻഷ്യൽ പാർട്ടാണ് അവർ. ഒരു പ്രൊജക്റ്റ് നടത്തുന്നത് സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയും ഒക്കെ ഈ ടെൻഷനും ഭാരവും ലഘൂകരിക്കുന്നതിനകത്ത് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് പോലും അല്ല. ഇപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിന് കുറേയൊക്കെ ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം 5-6 പേരെ കൊണ്ട് കിടക്കും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സായിട്ട്. ശരിക്കും പണിയെടുക്കുന്ന അവരാ. പിന്നെ ഡയറക്ടർ മനസ്സിൽ ഫ്രെയിം ഉണ്ടാവുന്നേ ഉള്ളൂ. പിന്നെ മറ്റൊരിടത്ത് പറഞ്ഞു കൊടുക്കും, ഛായാഗ്രാഹകൻ്റെ അടുത്തും പറഞ്ഞു കൊടുക്കും, അത്രയേ ഉള്ളൂ. മറ്റേ ആൾ വെയിലും മഴയൊന്നും കൊള്ളാൻ നിൽക്കത്തില്ല. ഇപ്പോൾ ഡയറക്ടർമാരും കാരവാനകത്ത് ഇരുന്നിട്ടായി സാധനം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്കകത്ത് വരുമ്പം ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ആളെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏൽപ്പിക്കുന്നത്. അത് ആർട്ട് ഡയറക്ടറെ കണ്ടെത്തുന്നത് തൊട്ട് സെറ്റിടുന്നതിനകത്തുള്ള കാര്യങ്ങൾ തൊട്ട് എല്ലാ കാര്യങ്ങൾക്കകത്ത് പ്രൊഡക്ഷൻ കൺട്രോളറെയാണ് വീക്ക്നെസ് ഉള്ള ആൾക്കാർ
ബാക്കി പിന്നെ എക്സ്ട്രാ നടിമാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നത് അതും കൂട്ടിക്കൊടുപ്പും ഉണ്ട് ചിലർക്ക്. ഞാൻ ബാധുഷിക്കതുണ്ട് എന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല. ഒരു പക്ഷേ അവരൊക്കെ ചിലപ്പോൾ ചില ഘട്ടത്തിൽ ചിലപ്പോൾ ചെയ്തു പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതെല്ലാം സിനിമ ഫീൽഡിൽ നടക്കുമ്പോൾ ഇതിനകത്തെല്ലാം ഞാൻ പറഞ്ഞത് സിനിമയുടെ അതിൻ്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്നത് ഇവരാണ്. പിന്നെ ഹരീഷ് കണാരൻ കരുതേണ്ടതും 56 സിനിമയ്ക്കകത്ത് അയാൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പം ഒരു കൺസൾട്ടൻ്റെ പണി കൂടിയാണ് പ്രൊഡക്ഷൻ കൺട്രോൾ എടുക്കുന്നുണ്ട്. ക്യാൻവാസിങ്ങിൻ്റെ ഒരു കൺസൾട്ടേഷൻ്റെ ഫീസെങ്കിലും വെച്ചിട്ട് കണക്കൂട്ടി കഴിഞ്ഞാൽ 20 ലക്ഷത്തിന് ഇയാൾ ചോദിക്കാൻ പോകാൻ പാടില്ല. ബാദുഷ പറയുന്നത് 14 ലക്ഷമുള്ളെന്ന് പറഞ്ഞ് കേസും കൊടുത്തിട്ടുണ്ട്. ബാദുഷ പറഞ്ഞ് 14 ലക്ഷമാണുള്ളത്, അതിൽ 7 ലക്ഷം ഞാൻ കൊടുത്തിട്ടുണ്ട്, ബാക്കി 7 ലക്ഷം 5 വർഷം അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റുകളൊക്കെ നോക്കിയത് ഞാനാണ്, അതിൻ്റെ കൂലിയായിട്ട് കണക്ക് കൂട്ടി എന്നുള്ളത്. ഇത് ചോദിക്കാൻ പോകാനേ പാടില്ല. 20 ലക്ഷം കടമായിട്ടായിരിക്കും ചോദിച്ചത്. കാരണം ഇപ്പം സിബിയനോട് പറയുകയാണ് സിബിയുടെ പറമ്പിലെ തെങ്ങിലൊന്നും വെള്ളം നനയ്ക്കുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിട്ടൊന്നും വെള്ളം നനയ്ക്കുന്നു, സിബി ഞാൻ കരുതുന്നത് എന്നാൽ ഈ മാസം പൈസ തരുമായിരിക്കും, എന്തായാലും തരുമായിരിക്കും. ഇല്ല തരുന്നില്ല, 2 മാസമായിട്ടും തരുന്നില്ല, 3 മാസമായിട്ടും തരുന്നില്ല. പക്ഷേ ബന്ധം വെച്ചിട്ട് എനിക്ക് ചോദിക്കാനും വയ്യ, സിബിയോട്ട് കണ്ടറിഞ്ഞു തരുന്നുമില്ല. ഇങ്ങനെ വരുമ്പോൾ ഞാൻ സിബിയോട് ആർക്കെങ്കിലും സുഖമില്ലെന്നോ അല്ലെങ്കിൽ എനിക്കൊരു വണ്ടി മേടിക്കാൻ ഞാൻ അടുത്ത് പിന്നെ പൈസ തരാമെന്നോ പറഞ്ഞിട്ട് ഞാൻ പൈസ എമൗണ്ട് മേടിക്കും, ഏറെക്കുറെ കണക്ക് കൂട്ടിയിട്ട് എമൗണ്ട് മേടിക്കും. ഞാൻ അവിടെ മറ്റേ പണിയെടുത്തതിൻ്റെ പൈസ എനിക്ക് തരാറുണ്ട്. അത് പിന്നെ അതുകൊണ്ട് സിബി ചോദിക്കത്തില്ല എന്ന് കണക്കൂട്ടി തന്നെ ഞാൻ ചോദിക്കുന്നത്. പക്ഷേ സിബി അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പരസ്യമായിട്ട് എനിക്ക് പൈസ തരാറുണ്ടെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ വെള്ളം നനച്ച കണക്കൂടി ഇല്ല. അപ്പോൾ ഇത് സംഭവിച്ചത് തന്നെ ബാദുഷ എടുത്ത പണിയുടെ കൂലി തന്നെയാണ് ബാദുഷ മേടിച്ചിരിക്കുന്നത്. ഹരീഷ് കണാരനെ വീട് വെക്കുന്നു അത് വെക്കുന്നു ഒക്കെ ഉണ്ടാകുമ്പോഴും മറ്റേ ആൾക്ക് ഒരു ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇതെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? പിന്നെ ഹരീഷ് കണാരൻ ഒരു അവിഭാജ്യ ഘടകമാണ്. ഹരീഷ് കണാരന് പകരം ഹരീഷ് കണാരൻ മാത്രമേ ഉള്ളൂ. ആ റോള് വേറെ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയത്തില്ല എന്നുള്ള രീതിയിലേക്ക് ഹരീഷ് കണാരൻ വളർന്നിട്ടില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ അവസരങ്ങൾ ബാദുഷ നഷ്ടപ്പെടുത്തി എന്ന് പറയാൻ പറ്റത്തില്ല. ബാദുഷ പറഞ്ഞാലും അയാൾ വേണ്ടാന്ന് പറഞ്ഞാലും ഡയറക്ടറോ അല്ലെങ്കിൽ നിർമ്മാതാവോ അല്ലെങ്കിൽ പിന്നെ തിരക്കഥാകൃത്തോ പറയത്തില്ലേ പുള്ളി തന്നെ പറ്റത്തുള്ളൂ, പുള്ളിയെ തന്നെ കാസ്റ്റ് ചെയ്യണം, കാരണം പുള്ളിക്ക് ആ റോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയത്തില്ലേ? അങ്ങനെ ഉണ്ടല്ലോ, ഒഴിവാക്കാൻ പറ്റുമോ? അതിന് പകരം ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഉണ്ടെന്നുള്ളതുകൊണ്ടല്ലേ. അപ്പോൾ അതായത് ഇങ്ങനെ വലിയ എസെൻഷ്യൽ പാർട്ടല്ല, ഇതിൻ്റെ അവിഭാജ്യ ഘടകമല്ല, അത്രയും വലിയ കോത്താമ്പിയൊന്നും അല്ല എന്നുള്ളത് ആദ്യം ഹരീഷ് കണാരൻ മനസ്സിലാക്കണം. ഞാനൊരു മഹാനടനാണ്, ഞാൻ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ ഒക്കെ പോലെ തന്നെ മലയാള സിനിമയ്ക്കകത്ത് ഞാനില്ലെങ്കിൽ സിനിമയില്ല എന്നൊക്കെയുള്ള തോന്നലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വളർന്നു പോയി എന്നുള്ള തോന്നലിൻ്റെ അഹങ്കാരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണത്. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസാനം ഇദ്ദേഹത്തെ മാറ്റി എന്ന് പറയുന്ന ഒരു സിനിമയാണ്, ടോവിനോയുടെ ഏതൊരു സിനിമയാണത്. ആ സിനിമയിൽ മാറ്റി എന്ന് പറയുന്ന സമയത്തും ബാദുഷ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ലക്ഷം രൂപയാണ് ഹരീഷ് കണാരൻ അതിനകത്ത് പുള്ളിക്കാരൻ്റെ സാലറി ആയിട്ട് ചോദിച്ചത്. അത്രയും കൊടുക്കാനായിട്ടുള്ളൊരു ബഡ്ജറ്റ് ആ പ്രൊഡ്യൂസർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രൊഡ്യൂസറാണ് ഓട്ടോമാറ്റിക്കലി ഹരീഷ് കണാരനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ബാദുഷ കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റും. ബാദുഷ തന്നെ കട്ട് ചെയ്യാൻ പറഞ്ഞു കൂട്ടിക്കോ. ബാദുഷ പറഞ്ഞു ഹരീഷ് കണാരൻ പിന്നെ ഉന്നയിച്ച ആരോപണത്തെ ഞാൻ അംഗീകരിക്കുന്നു, ഓക്കെ, സമ്മതിക്കുന്നു. ബാദുഷ പറഞ്ഞത് നുണയാന്ന് കൂട്ടിക്കോ. അപ്പോൾ ഹരീഷ് കണാരൻ പറഞ്ഞത് ശരിയാന്ന് കൂട്ടിക്കോ. ഈ സിനിമയ്ക്കകത്ത് ഹരീഷ് കണാരനെ എടുക്കാമെന്ന് പറയുമ്പോൾ, കാസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് വേണ്ട, ഹരീഷ് കണാരൻ വേണ്ട എന്ന് പറയുമ്പം അത് വേണ്ട, നമുക്ക് മറ്റേ ആളെ എടുക്കാം എന്നുള്ള രീതിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഹരീഷ് കണാരൻ അത്രയേ ഉള്ളൂ. അതേസമയം ഹരീഷ് കണാരൻ 20 അല്ല 40 ലക്ഷം ചോദിച്ചാലും ഹരീഷ് കണാരൻ്റെ റോളിന് ഹരീഷ് കണാരൻ മാത്രമേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഹരീഷ് കണാരന് പൈസ കൊടുത്തിട്ട് വീട്ടിൽ പോയിട്ട് കയ്യും കാലും പിടിച്ച് ഡേറ്റ് മേടിക്കും അല്ലേ? അപ്പൊ ഹരീഷ് കണാരൻ ആദ്യം സ്വയം മനസ്സിലാക്കണം, ഞാൻ വലിയ സംഭവമൊന്നുമല്ല, ഹരീഷ് കണാരൻ മലയാള സിനിമയിൽ ഒരു ഓപ്ഷൻ അത്രേ ഉള്ളൂ. കഴിവുണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല, എസെൻഷ്യൽ പാർട്ടാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ എത്ര സിനിമകളുടെ ഇപ്പോൾ ഹരീഷ് കണാരൻ്റെ ഒക്കെ പേര് ടൈറ്റിൽ കാർഡിൽ വരാൻ തുടങ്ങിയ അടുത്ത കാലത്ത് ഇപ്പൊ സിബി ആലോചിച്ച് നോക്കേണ്ട വേറെ കാര്യം, കഴിവുള്ളവന് സിനിമ എടുക്കാനും പറ്റും. ബിരേനി ഈ പ്രശ്നം ഉണ്ടായപ്പോൾ സിനിമ എടുത്തു. ജോയ് മാത്തു പിന്നെ സംവിധാനത്തിലേക്ക് തിരിഞ്ഞു. പാർവതി സിനിമ ഇല്ലെങ്കിലും പുല്ല് ഞാൻ എൻ്റെ പണിയെ നോക്കി പോയിക്കോളാന്ന് പറഞ്ഞ് നിൽക്കുന്നു, സ്റ്റാൻഡായിട്ട് നിൽക്കുന്നു. ആ അഭിമാന ബോധമെങ്കിലും കാണിക്കണം. ആരെയും പഴിയും പറഞ്ഞു നടക്കുന്നൊന്നുമില്ലല്ലോ. ഹരീഷ് കണാരൻ ഇതിൻ്റെ നിലവാരം കുറഞ്ഞ രീതിയിലേക്ക് ഒരു എത്തിക്സ് ഇല്ലാതെയാണ് ഈ വിഷയം പറഞ്ഞത്. പക്ഷേ പൊതുസമൂഹം മുഴുവൻ, പൊതുജനങ്ങൾ മുഴുവൻ ഇപ്പോൾ ഒന്നും വേണ്ട, ബാദുഷ കഴിഞ്ഞ ദിവസം ദില്ലിയിലോട്ട് അങ്ങോട്ട് യാത്ര പോവുക, സാധാരണഗതി സാമാന്യ മര്യാദയ്ക്ക് ഹാപ്പി ജേണി എന്ന് പറഞ്ഞിട്ടാന്ന് ഇടുക, ഇല്ലെങ്കിൽ ഒരു കോപ്പ് ഇടണ്ടാന്നേ, കമൻറ്റ് ഇടണ്ട. അതിനകത്തെല്ലാം പോയിട്ട് PR വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരേ ടൈപ്പിലുള്ള കമൻറ്റ് എല്ലാം കോപ്പി പേസ്റ്റ്. പിന്നെ പൈസ എവിടെ എണ്ണ ഹാപ്പി ജേർണി ബട്ട് ക്യാഷ് ഹാപ്പി ജേർണി ബട്ട് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക. പൈസ എന്തിനാണ് കൊടുക്കുന്നതെന്നേ? ഇയാളെടുത്ത പണി. അപ്പോൾ 5 വർഷമായിട്ട് ഇവൻ്റെ ഈ പരിപാടി എല്ലാം നോക്കിക്കൊണ്ട് നടന്നിട്ട് അപ്പോൾ ഇവൻ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഹരീഷ് കണാരനും ബാദുഷയും തമ്മിലുള്ള ടേംസ് തെറ്റിയപ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഹരീഷ് കണാരന് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതിനു മുമ്പുള്ള 5 വർഷക്കാലം മലയാള സിനിമയിൽ ഹരീഷ് കണാരന് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ബാദുഷയാണ് എന്നും കൂടിയുണ്ട്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. എനിക്കിപ്പോൾ ബാദുഷ അവസരങ്ങൾ തരുന്നില്ല, എൻ്റെ അവസരങ്ങൾ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം എനിക്ക് അവസരങ്ങൾ തന്നത് ബാദുഷയായിരുന്നു എന്ന് പറയാതെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ചെയ്യേണ്ടത്. അത് ഹരീഷ് കണാരൻ്റെ വിഡ്ഢിത്തരമാണ്. ഈ ഓരോ സിനിമകൾ വരുമ്പോൾ തന്നെ സിനിമ ചിലപ്പം ആദ്യഘട്ടത്തിൽ പൊളിഞ്ഞു പോകും, പക്ഷേ ടാലൻ്റ് ഉണ്ടെങ്കിൽ തിരിച്ചു വരും. കമ്മീഷണർ സിനിമ, അപ്പോൾ ഈ കമ്മീഷണർ സിനിമ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ റിലീസ് ചെയ്ത A ക്ലാസ് തിയേറ്ററിൽ നിന്നെല്ലാം ഇത് ഒരാഴ്ച കൊണ്ട് പോയി, ഔട്ടായി.
സിനിമ ഹൗസ്ഫുള്ളല്ല, സിനിമ പോയി ഇത് ബി ക്ലാസ്സും കഴിഞ്ഞ് സി ക്ലാസ്സിലോട്ട് ജമ്പ് ചെയ്യുന്ന സമയത്താണ് ഓല കൊണ്ട് കെട്ടിയ ഓലക്കൊട്ടയായിട്ടുള്ള സിനിമാ തിയേറ്ററിലോട്ട് വരെ പോയി തുടങ്ങിയപ്പോഴാണ് ഇതങ്ങ് ഹിറ്റാവുന്നു. തിരിച്ചത് വീണ്ടും എ ക്ലാസ് പിന്നെ തിയേറ്ററുകളിലേക്ക് വന്നു. അങ്ങനെയാണ് കമ്മീഷണർ റെക്കോർഡായി മാറുന്നത്. വേണ്ടെന്നേ സന്തോഷ് പണ്ഡിറ്റ് സിനിമ എടുത്തുള്ളൂ, വിജയിപ്പിച്ചില്ല. കഴിവുണ്ടെങ്കിൽ ഹരീഷ് ഖാനാൻ സിനിമ എടുത്തങ്ങ് ചെയ്താൽ പോരെ. ഇത്രയേ ഉള്ളൂ. ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. 1998 പുറത്തിറങ്ങിയ സിനിമയുണ്ട്, ഒരു തമിഴ് സിനിമ, ഉന്നിടത്തിൽ എന്നെ കൊടുത്തേൻ എന്നുള്ളത്. ഈ ഉന്നിടത്തിൽ എന്നെ കൊടുത്തേൻ എന്ന സിനിമ തുടക്കത്തിൽ ഫ്ലോപ്പായി പോയി. ഈ പറഞ്ഞ പോലെ കമ്മീഷണർ സിനിമയെ പോലെ തന്നെ എവിടെയും വിജയിച്ചില്ല. തമിഴ്നാട്ടിൽ തന്നെ ക്ലിക്ക് ചെയ്തില്ല. ഈ സിനിമ പൊളിഞ്ഞ് പാളീസായി. അവിടെ നിന്നുള്ള പെട്ടിയല്ല, അന്ന് പെട്ടിയാണല്ലോ മൊത്തം പെട്ടിയും കേരളത്തിലൊക്കെ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ പിന്നെ തമിഴ് സിനിമ പിന്നെ റീമേക്കിംഗ് ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല, ഡബ്ബിങ്ങും വേറെ മാറ്റേണ്ട ആവശ്യമില്ല, മൊഴിമാറ്റം നടത്തേണ്ട ആവശ്യമില്ല. അത് അതേപോലെ തന്നെ തമിഴിൽ തന്നെയാണല്ലോ. ഈ സാധനം കേരളത്തിൽ നിന്ന് ഹിറ്റായി. ഹിറ്റായെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും അത് കാർത്തിക്കും പിന്നെ റോജയായിരുന്നു അതിനകത്ത് അഭിനയിച്ചിരുന്നത്. അതിനകത്തെ പാട്ടുകളുടെ പേരിലാണ് ഹിറ്റാവുന്നത് സിനിമ. ഒട്ടും പൈസ മുടക്കാതെ ഇറക്കി എടുത്തൊരു സിനിമയാണ്. അതിനകത്ത് ഏതോ ഒരു പാട്ട്, ആ പാട്ട് അതേപോലെ തന്നെ മല്ലികപ്പൂവേ എന്നുള്ള പാട്ട്, അതേപോലെ തന്നെ പാട്ടുകാരുണ്ടല്ലേ. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ വാനമ്പാടിയിൽ അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. പലരായിട്ടാണ് പാട്ടുകൾ പാടിയത്. ഈ പാട്ടിലാണ് 5-6-7 പാട്ടുണ്ട്. ഈ സിനിമ ക്ലിക്കായി. രണ്ടാമത് ഇത് വീണ്ടും തമിഴ്നാട്ടിൽ ആദ്യം ഒരാഴ്ച കൊണ്ട് പെട്ടി മടക്കി വിട്ട തിയേറ്ററുകളിലെല്ലാം പിന്നെ ഈ സിനിമ ചെല്ലുമ്പോൾ കുടുംബങ്ങളങ്ങ് ഇടിച്ചു കയറുക. ഈ പാട്ടും തരംഗമായിട്ട് മാറി. ഞാൻ പറയുന്നത്, ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്റ്റഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആരൊക്കെ എത്രയൊക്കെ ഒതുക്കി വെക്കാൻ നോക്കിയാലും അത് പുറത്തേക്ക് വരും. അതേസമയം സ്വർണം പൂശിയ ചെമ്പാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉരച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെമ്പ് പുറത്തോട്ട് വരുന്നു. ഇപ്പോൾ ഹരീഷ് കണാരൻ്റെ ചെമ്പ് പുറത്തോട്ടായി എന്നുള്ളത് മാത്രമാണ് ഹരീഷ് കണാരൻ്റെ വിശ്വസനീയതയും തകർന്നു. കാരണം ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാദുഷയ്ക്ക് ഒരു മകളാണുള്ളത്. ഈ ബാദുഷയുടെ മകൾക്കെതിരെ പോലും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ ഹരീഷ് കണാരൻ്റെ PR വർക്ക് ചെയ്യുന്ന ആളുകൾ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്താണ് അവസ്ഥ എന്ന്. അല്ല, അതിനകത്തേ പറഞ്ഞേ, അറ്റാക്ക് ചെയ്യപ്പെടേണ്ടവരാണെങ്കിൽ അറ്റാക്ക് ചെയ്യണം. നമ്മൾ ഇപ്പം തന്നെ സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ കേരളത്തിലൊരു UMLA ആയിട്ട് ബന്ധപ്പെട്ടും അയാളുമായിട്ട് ബന്ധപ്പെടുന്നവർ, അയാളുടെ കുടുംബാംഗങ്ങളുടെ നിലപാടുകൾ എല്ലാം നമ്മൾ അതിരൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഫിലിം മേഖലയിലും അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പലരുടെയും വിഷയത്തിലും പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു ശരിയുടെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ്. ഏത് വിഷയത്തിലും നമ്മൾക്ക് നീതിബോധത്തോടെ കാണുക എന്നുള്ളതാണ്. ഇത് സിനിമ എന്താണെന്നും ഇവിടെ ഒരു പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ സ്കോപ്പ് ഓഫ് വർക്ക് എന്താണെന്നുള്ളതും അവിടെ ഒരു ആക്ടർക്ക് എൻട്രി കിട്ടുന്നതിനകത്ത്, അതായത് ഒരു ആവറേജ് ആക്ടർക്ക് എൻട്രി കിട്ടുന്നതിനകത്ത് പ്രൊഡക്ഷൻ കൺട്രോൾക്കുള്ള റോൾ എന്താണെന്നുള്ളതും ഇതിനെക്കുറിച്ചൊരു ABCD അറിയാതെ, ഇത് സിനിമ എന്താണെന്നറിയാതെ, സിനിമ കണ്ടു മാത്രം അതിനകത്തെ കാണുമ്പം പിന്നെ മോഹൻലാലിനെ അല്ലാതെ കണ്ടാലും ആറാം തമ്പുരാനായിട്ടും നരസിംഹമായിട്ടും തോന്നി കൈയടിക്കുന്ന, അല്ലെങ്കിൽ മമ്മൂട്ടിയെ കാണുമ്പോൾ വലിയേട്ടനായിട്ട്, അല്ലെങ്കിൽ പിന്നെ ദി കിങ്ങിലെ ജോസഫ് അലക്സ് ആയിട്ട് തോന്നി കൈയടിക്കുന്ന ഇങ്ങനൊരു ആരാധകന്മാരായിട്ടുള്ള പൊട്ടന്മാരാണ് ഈ സിനിമയെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്നത്. സിനിമാ മേഖലയിലെ അണിയറയിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചുക്കുവർക്ക് അറിയത്തില്ല. ഇവന്മാർ ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ടോ? വേണ്ട. ഇവന്മാർ ഏതെങ്കിലും ഡബിങ് സ്റ്റുഡിയോയ്ക്കകത്ത് കയറിയിട്ടുണ്ടോ? വേണ്ട. മറ്റേടത്ത് പോട്ടെ, എഡിറ്റിംഗ് സ്റ്റുഡിയോയ്ക്കകത്ത് പോയിട്ടുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് സിനിമയിൽ എന്താ നടക്കുന്നത്, അവിടെ നടക്കുന്ന ഡീലുകൾ എങ്ങനെയൊക്കെയാണ്. ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട് ഇവരാരെങ്കിലും? സ്ക്രിപ്റ്റ് കണ്ടിട്ട് പോലുമില്ല. അതാ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് ഇരുന്നിട്ട് പിന്നെ ഒരുത്തൻ്റെ പ്രസ്താവനയും കേട്ടിട്ട് മറ്റവൻ പൈസ കൊടുക്കാറുണ്ട്, അവനെ പറ്റിച്ചു എന്നുള്ളത് പറയുന്നത്. അയാളുടെ കൂലി ഇവൻ കൊടുത്തില്ല, അയാൾ ആ കൂലിയെ വേറെ രീതിയിൽ അങ്ങ് മേടിച്ചെടുക്കാൻ നോക്കുമല്ലോ. നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, കിട്ടാതെ പോകുന്ന ചില പൈസകൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് വളഞ്ഞ വഴിക്കൊന്ന് അതെങ്ങനെയെങ്കിലും ഒന്ന് ഈടാക്കാൻ നോക്കും, വസൂലാക്കാൻ നോക്കും. ഒരുത്തൻ നമുക്ക് പൈസ തരാനുള്ള ഒരുത്തൻ, അവന് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മേടിച്ച പൈസ ഇവൻ നമുക്ക് പൈസ തരാനുണ്ട്, മേടിച്ച പൈസ അല്ല നമുക്ക് പൈസ തരാനുണ്ട്. പൈസ തരാനുള്ളത് തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നല്ലെങ്കിൽ അവൻ്റെ വണ്ടി ഒരു മാസത്തേക്ക് റെൻ്റെടുത്തിട്ട് മറ്റേലോട്ട് കൂട്ടിക്കൊള്ളാൻ പറയും. അങ്ങനെ ബാദുഷ തനിക്ക് അർഹതമായ പ്രതിഫലം കണ്ടറിഞ്ഞ് തരാതിരുന്ന ഹരീഷ് കണാരൻ്റെ അടുത്തുനിന്ന് എനിക്ക് അത്യാവശ്യമുണ്ട്, നിനക്ക് പിന്നെ തരാമെന്നും പറഞ്ഞിട്ട് അതങ്ങും എല്ലാം വസൂലാക്കി എന്ന് മാത്രം കണക്കൂട്ടിയാൽ മതി. അവിടെ മിണ്ടാതിരിക്കുകയായിരുന്നെങ്കിൽ ഹരീഷ് കണാരൻ ഇനിയും അവസരം കിട്ടുമായിരുന്നു. അപ്പോൾ ഹരീഷ് കണാരൻ മനസ്സിലാക്കേണ്ടത്, ഹരീഷ് കണാരൻ്റെ മാസ്മരികമായ അഭിനയശേഷി കൊണ്ടും അദ്ദേഹം ഒരു അതുല്യ പ്രതിഭയായതുകൊണ്ടും ഒന്നും മലയാള സിനിമയിലോട്ട് അങ്ങനെ അവസരം കിട്ടിയതല്ല. അയാൾ ഇതിനകത്തെ ഒരു അനിവാര്യ ഘടകമൊന്നുമല്ല. മറിച്ച് ബാദുഷ ഇയാളെ തിരികെ കയറ്റി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹരീഷിനെ എടുക്കാം എന്ന് പറയുമ്പോൾ ഓക്കെ,
എന്ന് പറയുന്നു, എടുക്കുന്നു, അതിനുള്ള മാന്യമായ പ്രതിഫലം മേടിച്ചു കൊടുക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ആളുകളും വന്ന വഴി മറന്ന് സ്വയം ഞാൻ അങ്ങ് വളർന്നുപോയി, ഞാൻ വലിയ ആളായി, ഇനി ഞാനില്ലെങ്കിൽ മലയാള സിനിമയില്ല, അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ രാഷ്ട്രീയമില്ല, ഞാനില്ലെങ്കിൽ പാർട്ടിയില്ല, ഞാനില്ലെങ്കിൽ കേരളമില്ല, ഞാനില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നൊക്കെ ഏതവൻ തീരുമാനിച്ചാലും അവിടെ നിന്ന് അവൻ്റെ തകർച്ച തുടങ്ങുകയാണ്. മനുഷ്യൻ വന്ന വഴികൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. ആ വന്ന വഴി മറന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബാദുഷയെ തെരുവിലേക്ക് കല്ലെറിയാൻ വേണ്ടി ഇട്ട് കൊടുത്തത്. പക്ഷേ ഈ കല്ലേറുകളൊക്കെ ബാദുഷയെ സംബന്ധിച്ചിടത്തോളം പുഷ്പവൃഷ്ടികളായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം ബാദുഷ മലയാള സിനിമയിൽ ഒരു എസെൻഷ്യൽ പാർട്ട് തന്നെയാണ്. കാരണം ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ എന്നുള്ള നിലയ്ക്ക് വലിയ പ്രൊഡക്ഷൻ ഹൗസുകളാവട്ടെ, അതിലിപ്പോൾ ആരേതോ ആവട്ടെ, അവർ തന്നെ അവർ നേരിട്ട് നിർമ്മിക്കുന്നൊരു സിനിമയാണെന്നുണ്ടെങ്കിൽ തന്നെയും വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസ് അവർ ബാദുഷയെ നമുക്ക് പ്രൊഡക്ഷൻ കൺട്രോളാക്കി ആക്കാമെന്ന് പറഞ്ഞാൽ ഓ യെസ്. കാരണം വെച്ചാൽ ഇവർക്ക് ഹെഡേക്ക് ഇല്ല, ഇവർക്ക് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, വേണ്ട കാര്യങ്ങളെല്ലാം നോക്കും. ഞാൻ പറഞ്ഞല്ലോ, ആർട്ട് ഡയറക്ടറെ ചൂസ് ചെയ്യുന്നിടത്ത് തൊട്ട് അവരുടെ വർക്കുകൾ തൊട്ട് എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. കാസ്റ്റിങ്ങിനകത്ത് എല്ലാത്തിനകത്ത് കാര്യങ്ങൾ കൃത്യമായി സിനിമയുടെ മർമ്മം അറിയുന്ന ഒരാളാണ്. അട്ടയുടെ പുക്കിൾ കണ്ട ആളാണ് ബാദുഷ. അപ്പോൾ ആ ബാദുഷയുടെ അടുത്ത് ഹരീഷ് കണാരൻ കോട്ടി കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഹരീഷ് കണാരന് സിനിമയിൽ സെറ്റിലൊക്കെ പോയിട്ട് വേണമെങ്കിൽ ചായയൊക്കെ കുറിച്ച് പഴയ പരിചയമൊക്കെ പുതുക്കി പോരാന്നല്ലാതെ, അല്ലെങ്കിൽ വല്ല ഈ എക്സ്ട്രാ നടന്മാരെയൊക്കെ പോലെ തന്നെ ഈ വലിയ ആൾക്കൂട്ടത്തിൻ്റെയൊക്കെ സീനിനകത്തൊക്കെ പോയി കാണിക്കാമെന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയാതെ ആവുന്ന അവസ്ഥയിലേക്ക് ഹരീഷ് കണാരനെത്തും. ഹരീഷ് കണാരൻ ചെയ്യേണ്ടത് മാപ്പ് പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.